അടുത്ത ക്വസ്റ്റ്യൻ, 2 blocks A and B are held stationary 10 meter apart at 20 degree inclined plane as shown in the figure. The coefficient of friction between the plane and the block A is 0.3 while it is 0.2 between the plane and the block B. If the blocks are released simultaneously, calculate the time taken and the distance traveled by each block before they are at the verge of collision. ക്വസ്റ്റ്യനിൽ 2 ബ്ലോക്സ് ഉണ്ട്. എ എന്ന് പറഞ്ഞ ബ്ലോക്കും ഉണ്ട്, ബി എന്ന് പറഞ്ഞ ബ്ലോക്കും ഉണ്ട്. അതൊരു ഇൻക്ലൈൻഡ് പ്ലെയിനിലാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ വെയിറ്റും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ വെയിറ്റ് WA എന്ന് പറയുന്നത് 250 ന്യൂട്ടൺ ആണ്. അതുപോലെ തന്നെ WB എന്ന് പറയുന്നത് 500 ന്യൂട്ടണുമാണ്. ഇൻക്ലിനേഷൻ തന്നിട്ടുണ്ട് 20 ഡിഗ്രി ആണെന്ന്. പിന്നെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടുണ്ട്. നോക്കിക്കേ, കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ പ്ലെയിൻ ആൻഡ് ബ്ലോക്ക് എ, അതായത് ഈ ഒരു പ്ലെയിനും ബ്ലോക്ക് എയും തമ്മിലുള്ള കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ μA എന്ന് കൊടുക്കുകയാണ്. അത് എത്രയാണ്? 0.3. അതുപോലെ തന്നെ μB, ഇവിടുത്തെയും കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടുണ്ട്, 0.2 ആണെന്നും തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈമും കാൽക്കുലേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഡിസ്റ്റൻസും കാൽക്കുലേറ്റ് ചെയ്യണം ബിഫോർ ദി ആർ അറ്റ് ദ വേർജ് ഓഫ് കൊളീഷൻ. അത് രണ്ടും കൊളൈഡ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ടൈമും അതുപോലെ തന്നെ ഈ ബ്ലോക്സ് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. അപ്പം അത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 2 ബ്ലോക്സിൻ്റെയും ആക്സിലറേഷൻ നമുക്ക് കണ്ടുപിടിക്കണം. ഈ ബ്ലോക്കിൻ്റെ ആക്സിലറേഷൻ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് ചെയ്യാനായിട്ട് കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ തന്നെയാണ് ഓരോ ബ്ലോക്സിനെ എടുക്കുക. ഫസ്റ്റ് നമുക്ക് A ബ്ലോക്കിനെ എടുക്കാം, എന്നിട്ട് കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തതുപോലെ തന്നെ നമുക്ക് റിസോൾവ് ചെയ്യണം. ഫസ്റ്റ് ഞാൻ ബ്ലോക്ക് Aനെ എടുക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. ബ്ലോക്ക് എയുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. ഫസ്റ്റ് എന്താണ്? വെയിറ്റ് ആണ്. വെയിറ്റ് എപ്പോഴും എങ്ങനെയായിരിക്കും ആക്ട് ചെയ്യുന്നത്? വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അത് നമ്മൾ വരച്ചു. എത്രയാണ്? 250 ന്യൂട്ടൺ എന്ന് തന്നിട്ടുണ്ട്. ഇനിയും അടുത്തതായിട്ട് ഈ ബോഡി എവിടെയെങ്കിലും ടച്ച് ചെയ്തിട്ടുണ്ടോ നോക്കാം. ഇവിടെ ഉണ്ട്, കോൺടാക്ട് സർഫസ് ഉണ്ട്. ആ കോൺടാക്റ്റിൽ എന്തോ ഉണ്ടാക്കും? റിയാക്ഷൻ ഉണ്ടാകും. റിയാക്ഷൻ എങ്ങനെയായിരിക്കും? എപ്പോഴും സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. അപ്പം ആ റിയാക്ഷനും ഞാനിങ്ങോട്ട് വരച്ചു. ഇതിൻ്റെ ഇപ്പോൾ 2 ബ്ലോക്സ് ഉണ്ടായതുകൊണ്ട് ഞാനിവിടെ RNA എന്ന് കൊടുക്കുകയാണ്. ഇനി അടുത്തായിട്ട് ഇവിടെ എന്തെങ്കിലും എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടോ നോക്കുക. ഈ ബ്ലോക്കിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് പോലും ഇല്ല. അടുത്തായിട്ട് മാർക്ക് ചെയ്യേണ്ടത് ഫ്രിക്ഷണൽ ഫോഴ്സാണ്. ഈ ബോഡിയുടെ മോഷൻ എങ്ങോട്ടാണ്? ഈ ബോഡിയുടെ മോഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ് അല്ലേ? ഇൻക്ലൈൻഡ് പ്ലെയിൻ എലോങ് ആയിട്ടാണ്. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഫ്രിക്ഷൻ വരുന്നത്, ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫ്രിക്ഷണൽ ഫോഴ്സിനെ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. അത് എത്രയാണ്? മ്യൂ ഇൻറ്റു റിയാക്ഷനാണ് അല്ലേ? മ്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 0.3 ആണ് അല്ലേ? ഇവിടുത്തെ എയുടെ മ്യൂ നമുക്കറിയാം 0.3 ആണ്. അതായത് 0.3 ഇൻറ്റു റിയാക്ഷൻ RNA എന്ന് ഞാനിവിടെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത് ഇൻക്ലൈൻഡ് പ്ലെയിനിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഫോഴ്സിനെ എലോങ് ദ ഇൻക്ലൈൻഡ് പ്ലെയിനും അതുപോലെ തന്നെ ഈ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമുക്ക് റിസോൾവ് ചെയ്യണം. മനസ്സിലായല്ലോ? ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും ഫോഴ്സസിനെ ഈ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ എലോങ് ആയിട്ട് നമ്മൾ എടുക്കണം. അതുപോലെ തന്നെ ഈ ഇൻക്ലൈൻഡ് പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നമ്മൾ റിസോൾവ് ചെയ്യേണ്ടുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി, ഇത് ഈ ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ പെർപെൻഡിക്കുലർ ആണ്. ഈ ഫോഴ്സ് ഈ ഇൻക്ലൈൻഡ് പ്ലെയിൻ എലോങ് ആണ്. പക്ഷെ നമ്മുടെ വെയിറ്റ് മാത്രം എന്താണ്? ഈ ഇൻക്ലൈൻഡ് പ്ലെയിന് പെർപെൻഡിക്കുലർ അല്ല, അതുപോലെ തന്നെ എലോങ്ങും അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് നമുക്ക് റിസോൾവ് ചെയ്യണം. റിസോൾവ് ചെയ്യാനായിട്ട് എന്താണ്? എളുപ്പമാണ് അല്ലേ? ഈ ഒരു വെയിറ്റ് ഒന്നുകിൽ ഈ ഒരു ഹൊറിസോണ്ടലുമായിട്ടോ അല്ലെങ്കിൽ ഇതുമായിട്ടോ ക്രിയേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ആംഗിൾ നമുക്ക് വേണം. അപ്പം നമുക്കറിയാം ഈ ആംഗിൾ എത്രയാണ്? 20 ഡിഗ്രി ആണെന്നറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ എത്രയാണ്? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? 90 നിന്ന് 20 അങ്ങ് മൈനസ് ചെയ്താൽ മതി. അതായത് 70 ഡിഗ്രി ആയിരിക്കും. ഈ ഒരു ആംഗിൾ എത്രയാണ്? 70 ഡിഗ്രിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആംഗിൾ കിട്ടിയാലും മതി അല്ലേ? ഈ ആംഗിൾ എത്രയാണ്? ഇത് 70 ആണെങ്കിൽ ഈ ആംഗിൾ 20 ആണ്. അതായത് ഈ ആംഗിളോട് ഈക്വലാണ്. അങ്ങനെ എടുത്താലും മതി. പക്ഷേ റിസോൾവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. ഈ 70 എങ്ങനെയാണ് വരുന്നത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മനസ്സിലാവാത്തൊരു ആ വീഡിയോസ് ഒന്ന് കാണാൻ കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ഈ ഒരു 250യെ നമുക്ക് റിസോൾവ് ചെയ്യാം അല്ലേ? ഈ 250 ഈ ഒരു ഡയറക്ഷനുമായിട്ടാണ് ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അതെന്തായിരിക്കും? കോസൈൻ കമ്പൗണ്ട് ആയിരിക്കും. അപ്പോൾ 250 ഇൻറ്റു കോസ് 70. അപ്പം ഇനി അടുത്തത് എന്തായിരിക്കും? അപ്പോൾ സൈൻ കമ്പൗണ്ട് ആയിരിക്കും അല്ലേ? അതായത് 250 ഇൻറ്റു സൈൻ 70 എന്നൊരു ഡയറക്ഷൻ എങ്ങനെയാണ്? 250 പോയിന്റിലേക്കാണ്. അതുകൊണ്ട് 2 ഫോഴ്സിൻ്റെ ഡയറക്ഷനും ആ പോയിന്റിലേക്ക് തന്നെ ആയിരിക്കും. നമുക്ക് ഇൻക്ലൈൻഡ് പ്ലെയിന്
പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഫോഴ്സിനെ നമുക്ക് റിസോൾവ് ചെയ്യാം. നോക്കിയേ, നെറ്റ് ഫോഴ്സ് പെർപെൻഡിക്കുലർ ടു ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്തിനോട് ഈക്വൽ ആയിരിക്കും? സീറോയോട് ഈക്വൽ ആയിരിക്കും. കാര്യം എന്താണ്? ഈ ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് മോഷൻ ഒന്നും നടക്കുന്നില്ല, അതുകൊണ്ട് നമ്മളത് സീറോയുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. ഇനി ഏതൊക്കെ ഫോഴ്സസ് ആണ് ഇതിന് പെർപെൻഡിക്കുലർ? ഇവിടെ റിയാക്ഷനും ഉണ്ട്, അതുപോലെ തന്നെ ഈ 250യുടെ സൈൻ കമ്പോണൻറ്റും ഉണ്ട് അല്ലേ. അപ്പം ഇതിനെ ഞാൻ പോസിറ്റീവായിട്ട് ഇടിക്കുകയാണ്. RNA മൈനസ്, ഇത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് അല്ലേ. അപ്പോൾ മൈനസ് 250 ഇൻറ്റു സൈൻ 70 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിൽ നമുക്ക് RNA, അതായത് എയിലുള്ള റിയാക്ഷൻ എത്ര കിട്ടും? 250 ഇൻറ്റു സൈൻ 70 എന്ന് കിട്ടും. ഇനി നമുക്ക്, അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞ് പെർപെൻഡിക്കുലർ കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യണം? ഈ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിന് എലോങ് ആയിട്ടുള്ള ഫോഴ്സസിനെ നമുക്ക് റിസോൾവ് ചെയ്യാം. നോക്കിയേ, നെറ്റ് ഫോഴ്സ് എലോങ് ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഈ ഇൻക്ലൈൻഡ് പ്ലെയിൻ എലോങ് ആയിട്ടുള്ള നെറ്റ് ഫോഴ്സ് എന്തിനോട് ഈക്വലാണ്? മാസ് ഇൻറ്റു ആക്സിലറേഷനോട് ഈക്വലാണ് അല്ലേ. കാരണം എന്താണ്? ഈ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ എലോങ് ആയിട്ട് മോഷൻ ഉണ്ടല്ലേ, ഇതിനിങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിന് നമ്മൾ ന്യൂട്ടൺ സെക്കൻഡ് ലോ വെച്ചിട്ട് അതിനെ നമ്മൾ മാസ് ഇൻറ്റു ആക്സിലറേഷനുമായിട്ട് ഇക്വേറ്റ് ചെയ്തു. ഈ കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. മോഷനുള്ള ഡയറക്ഷൻ നമ്മൾ എന്ത് ചെയ്യും? മാസ് ഇൻറ്റു ആക്സിലറേഷനുമായിട്ട് ഇക്വേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത വട്ടം എന്ത് വേണം? ഡയറക്ഷൻ വേണം. ഡയറക്ഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മോഷൻ എങ്ങോട്ടാണെന്ന് നോക്കുക. ഈ ബ്ലോക്ക് നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ എങ്ങോട്ടായിരിക്കും പോവുക? മേലോട്ട് പോകത്തില്ല അല്ലേ, താഴോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. മോഷൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. അപ്പം ഇങ്ങോട്ടുള്ള ഫോഴ്സൊക്കെ എന്തായിരിക്കും? നമുക്ക് പോസിറ്റീവായിരിക്കും. ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ഫോഴ്സസൊക്കെ എന്തായിരിക്കും? നെഗറ്റീവുമായിരിക്കും. അപ്പോൾ ഇവിടെ ഏതൊക്കെ ഫോഴ്സസാണുള്ളത്? എലോങ് ആയിട്ട് ഈ ഫോഴ്സും ഉണ്ട്, ഈ ഫോഴ്സും ഉണ്ട്. ഇതിൽ ഈ ഫോഴ്സ് ഈ ഡയറക്ഷനാണ്, അപ്പോൾ അത് പോസിറ്റീവാണ്. 250 ഇൻറ്റു കോസ് 70. പിന്നെ ഈ ഫോഴ്സ്, ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇങ്ങോട്ടാണ് അല്ലേ, അപ്പോൾ അത് നെഗറ്റീവാണ്. അപ്പോൾ മൈനസ് 0.3 ഇൻറ്റു RNA ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മാസ് എപ്പോഴും എന്തായിരിക്കണം? കിലോഗ്രാമിലായിരിക്കണം. അതെപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ഈ മാസ് എന്താണ്? കിലോഗ്രാമിലായിരിക്കണം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ 250 ന്യൂട്ടൺ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ന്യൂട്ടൺ നമ്മൾ എന്തായിട്ട് മാറ്റണം? നമുക്ക് വെയിറ്റ് ആണ് തന്നിരിക്കുന്നത് അല്ലേ. ന്യൂട്ടൺ എന്ന് വെച്ചാൽ വെയിറ്റ് ആണ്. അപ്പോൾ വെയിറ്റിനെ നമ്മൾ കിലോഗ്രാം ആക്കി മാറ്റണം. എന്താ ചെയ്യുക? 250 ഡിവൈഡഡ് ബൈ 9.81 കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് ബ്ലോക്ക് എ എന്നിട്ടോടി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാസ് എപ്പോഴും കിലോഗ്രാമിലായിരിക്കണം, ബാക്കി എല്ലാ ഫോഴ്സും നമ്മൾ ന്യൂട്ടണിലായിരിക്കണം. അപ്പോൾ ഇതിൽ ഈ RNAയുടെ വാല്യൂ നമുക്കറിയാം 250 ഇൻറ്റു സൈൻ 70 ആണ്. അത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലെല്ലായിടത്തും ഒരു 250 ഉണ്ട് അല്ലേ. ആ 250 അങ്ങ് ക്യാൻസൽ ചെയ്യാം. പിന്നെ അൺനോൺ ആയിട്ട് ആര് മാത്രമേ ഉള്ളൂ? ആക്സിലറേഷൻ ഓഫ് ദ ബ്ലോക്ക് എ മാത്രമേ ഉള്ളൂ. അത് സോൾവ് ചെയ്യുക. അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.59 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. യൂണിറ്റ് ഇടാൻ മാർക്ക് ചെയ്തത് ആക്സിലറേഷൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇനി അടുത്തതായിട്ട് ബ്ലോക്ക് ബി എ കൺസിഡർ ചെയ്യണം. സെയിം ഇതേപോലെ തന്നെയാണ് വരുന്നത്. ബ്ലോക്ക് എ എങ്ങനെ എടുത്തോ അതേപോലെ തന്നെയാണ് ബ്ലോക്ക് ബിയും വരുന്നത്. ബ്ലോക്ക് ബി ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. 500 ന്യൂട്ടനാണ് അതിൻ്റെ വെയിറ്റ്. 500 മാർക്ക് ചെയ്തു. പിന്നെ ഈ 500 ന്യൂട്ടനും ഈ ഒരു ഹൊറിസോണ്ടൽ ഡയറക്ഷനുമായിട്ടുള്ള ആംഗിൾ 70 ഡിഗ്രിയാണ്. കഴിഞ്ഞ ബ്ലോക്ക് എ കൺസിഡർ ചെയ്ത പോലെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു കമ്പോണൻറ്റ് വരുന്നത് 500 ഇൻറ്റു കോസ് 70 എന്നും വരും. ഈ ഒരു കമ്പോണൻറ്റ് 500 ഇൻറ്റു സൈൻ 70 എന്ന് വരും. താഴേക്കാണ് ബ്ലോക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങോട്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകും. ഫ്രിക്ഷണൽ ഫോഴ്സ് അവിടെ ചെറിയ വ്യത്യാസമുണ്ട് അല്ലേ. നമുക്ക് മ്യൂ ബി തന്നിരിക്കുന്ന 0.2 ആണ്. അപ്പോൾ നമുക്കത് 0.2 ഇൻറ്റു ഇവിടുത്തെ റിയാക്ഷൻ മാർക്ക് ചെയ്യുക. RNB ആണ് റിയാക്ഷൻ ഇൻറ്റു RNB കൊടുക്കുക. ഇത് കഴിഞ്ഞ ആ ബ്ലോക്ക് ചെയ്തതുപോലെ തന്നെയാണ്. അതുകൊണ്ടാണ് കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് കേട്ടോ. നമുക്കിനി റിസോൾവ് ചെയ്യാം അല്ലേ. ഫസ്റ്റ് എന്ത് ചെയ്യണം? ഫോഴ്സസ് പെർപെൻഡിക്കുലർ ടു ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ എടുക്കുക. അത് എന്തിനോട് ഈക്വലാണ്? സീറോയുമായിട്ട് ഈക്വലാണ്. നമുക്ക് RNB, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? RNB മൈനസ് 500 സൈൻ 70 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ RNB നമുക്ക് എങ്ങനെ കിട്ടും? RNB ഈക്വൽ ടു 500 സൈൻ 70 എന്ന് കിട്ടും. ഇനി ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത് എന്ത് ചെയ്യണം? ഫോഴ്സസ് എലോങ് ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ നമുക്ക് എടുക്കണം അല്ലേ. അലോങ് ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ എടുക്കണം. അത് എന്തിനോട് ഈക്വലാണ്? മാസ് ഇൻറ്റു ആക്സിലറേഷനോട് ഈക്വലാണ്. കാര്യം ഇതിന് ഈ ഒരു ഡയറക്ഷൻ എലോങ് ആയിട്ടാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം മോഷൻ ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങോട്ടുള്ള പോസിറ്റീവ് ഇങ്ങോട്ടുള്ള നെഗറ്റീവുമായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കതിനെ 500 ഇൻറ്റു കോസ് 70 മൈനസ് 0.2 ഇൻറ്റു RNB എന്നാണ് അല്ലേ. RNBക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം? ഇത് കൊടുക്കാം. 500 ഇൻറ്റു സൈൻ 70 ഇസ് ഈക്വൽ ടു മാസ് എപ്പോഴും എങ്ങനെയാണ്? കിലോഗ്രാമിലായിരിക്കണം. ഇവിടെ 500 ആണ് വെയിറ്റ്. അപ്പോൾ 500 ഡിവൈഡ് ബൈ 9.81 ഇൻറ്റു
ആക്സലറേഷൻ ഓഫ് ദി ബ്ലോക്ക് ബി എന്ന് കൊടുത്തു. അപ്പം ഈ 500 കോമൺ ആണ്. അങ്ങനെയാണെങ്കിൽ ആക്സലറേഷൻ ഓഫ് ദി ബ്ലോക്ക് ബി എന്ന് പറയുന്നത് 1.51 m/s² ആണ്. അപ്പം രണ്ട് ആക്സലറേഷൻ നമുക്ക് കിട്ടി അല്ലേ. ആക്സലറേഷൻ ഓഫ് ദ ബ്ലോക്ക് എയും കിട്ടി, ബ്ലോക്ക് ബിയും കിട്ടി. ഇത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് കഴിഞ്ഞ കേസ് ചെയ്തതുപോലെ തന്നെ ആയതുകൊണ്ടാണ്. ഇനി നമുക്ക് രണ്ട് ബ്ലോക്സിൻ്റെ ആക്സലറേഷൻ കിട്ടി. നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടായിരുന്നത്? ഈ ബ്ലോക്ക് രണ്ടും ഒരേ സമയത്ത് റിലീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോഴാണ് കൊളൈഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അത് എത്ര ടൈം എടുത്തിട്ടാണ് ഇത് കൊളൈഡ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് അതിനുവേണ്ടിയാണ് നമ്മളിവിടെ രണ്ട് ആക്സലറേഷൻ നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. നോക്കി, ഇത് ബ്ലോക്ക് എയും ഇത് ബ്ലോക്ക് ബിയും ആണ്. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 10 മീറ്റർ ആണ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇനി നമുക്ക് വിചാരിക്കാം, ഫസ്റ്റ് ഞാൻ ഈ എ എന്ന് പറയുന്ന ബ്ലോക്കിനെ എടുക്കുകയാണ്. ഈ എ എന്ന് പറയുന്ന ബ്ലോക്ക് നമ്മളിപ്പോൾ റിലീസ് ചെയ്യുകയാണെങ്കിൽ ബ്ലോക്ക് ഇങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത് അല്ലേ, ഈ ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വരെ എത്താനുള്ള ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഇവിടെ നിന്നും ഇവിടെ വരെ എത്താനുള്ള ഡിസ്റ്റൻസ് ഞാനിപ്പോൾ എക്സ് എന്ന് കൊടുക്കുകയാണ്. അതായത് ബ്ലോക്ക് എയിനെ റിലീസ് ചെയ്യുമ്പോൾ അത് ഇവിടെ വരെ എത്താനുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? എക്സ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ബിയെ റിലീസ് ചെയ്യുമ്പോൾ ബ്ലോക്ക് ബി ഇവിടെ വരെ എത്താനുള്ള ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? ഇത്രയും 10 ആണെങ്കിൽ ഇത്രയും എക്സ് ആണ്. അപ്പോൾ ഇത്രയും ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? 10 + x ആയിരിക്കും. ഓക്കെ, അതായത് ബ്ലോക്ക് എയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഞാൻ എസ് എന്ന് ഓടിക്കുകയാണ്, എസ് എ എന്ന് ഓടിക്കുകയാണ് കേട്ടോ. അത് ഇവിടെ വരെ എത്താനുള്ള ആ ഡിസ്റ്റൻസ് എത്രയാണ്? എക്സ് ആണ്. അതുപോലെ തന്നെ ബ്ലോക്ക് ബിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? 10 + x ആണ് അല്ലേ. 10 + x ആണ്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ടൈമും കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ എക്സ് എന്ന് പറയുന്ന ആ ഡിസ്റ്റൻസ് എത്ര ആണെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. S = ut + ½ at² എന്നുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഇക്വേഷൻ നമുക്ക് ഓരോ ബ്ലോക്കിന് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ഞാൻ എ ബ്ലോക്കിന് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് x = ½ × 0.59 t² എന്നൊരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് മാർക്ക് ചെയ്യാം. ഇതേപോലെ തന്നെ നമുക്ക് ബ്ലോക്ക് ബിനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? SB ഈ ഇക്വേഷൻ ആണ്. SB = ut + ½ ആക്സലറേഷൻ ഓഫ് ബി × t² എഴുതാം അല്ലേ. അപ്പോൾ SB എന്ന് വെച്ചാൽ എത്രയാണ്? അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് അല്ലേ, അതെത്രയാണ്? 10 + x = ഇവിടെ ഇനിഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും? 0 ആണ്. അപ്പോൾ ഈ ഒരു ടേം അങ്ങ് പോകും. ബാക്കി എന്തുകൊണ്ട്? ½ ആക്സലറേഷൻ ഓഫ് ബി എത്രയാണ്? 1.51 t² ആണ്. അപ്പം രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. എക്സ് 10 + x ആണ്. എക്സിൻ്റെ വാല്യൂ നമുക്ക് അറിയാം അല്ലേ. ടിയിൽ നമുക്കൊരു വാല്യൂ ഉണ്ട്, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം. 10 + x വരുന്നത് കൊടുക്കുക, ½ × 0.59 t² കൊടുക്കുക, = ½ × 1.51 × t² എന്ന് കൊടുത്തു. ഈ t² ഉള്ള ടേമിനെയൊക്കെ നമുക്ക് ഒന്നിച്ചാക്കാം. അപ്പോൾ 10 = ഇത് ഈ ഒരു t² ടേം മൈനസ് ഈ ഒരു t² ടേമാണ്. ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.46 t² എന്നാണ്. അപ്പോൾ ഇതിൽ നിന്നും ടീനെ സോൾവ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് 4.66 സെക്കൻഡ്സ് എന്ന് കിട്ടും. അതായത് ഇത് രണ്ടും കൂടെ കൊളൈഡ് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 4.66 സെക്കൻഡ് എന്ന് കിട്ടി. ഇനി നമുക്ക് ടൈം കിട്ടി. അടുത്തത് നമുക്ക് വേണ്ടുന്നത് എന്താണ്? അത് തമ്മിൽ കൊളൈഡ് ചെയ്യാൻ എടുക്കാനുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ് അല്ലേ. അതെന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് എക്സ് കണ്ടുപിടിക്കാം. അതായത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നാണ് നോക്കുന്നത്. അത് നമുക്ക് എന്തിനോട് ഈക്വലാണ്? എക്സിനോട് ഈക്വലാണ് അല്ലേ. എക്സ് എന്ന് പറയുന്നത് എന്താണ്? ½ × 0.59 × t². ടിക്ക് പകരം 4.66 എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് SAൻ്റെ വാല്യൂ കിട്ടുന്നത്, അതായത് എക്സിൻ്റെ വാല്യൂ കിട്ടുന്നത് 6.41 മീറ്റർ എന്നാണ്. അപ്പം എയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് കിട്ടി. ഇനി ബി എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം? SB നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 10 + x ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 10 + x വരും 6.41 കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 16.41 മീറ്റർ. അതായത് ബി എന്ന് പറയുന്ന ബ്ലോക്ക് 16.41 മീറ്റർ ട്രാവൽ ചെയ്യുമ്പോഴാണ് അത് കൊളൈഡ് ചെയ്യുന്നത്. എക്ക് എത്ര ട്രാവൽ ചെയ്താൽ മതി? 6.41 മീറ്റർ ട്രാവൽ ചെയ്താൽ മതി. എത്ര ടൈമിലാണ്? 4.66 സെക്കൻഡിലാണ് അത് കൊളൈഡ് ചെയ്യുന്നത്.